ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നാണ് ആഗോള നിക്ഷേപക സംഗമവുമായി ബന്ധപ്പെട്ട വാർത്ത. ഇന്ന് ആഗോള നിക്ഷേപക സംഗമത്തിന് സമാപനം. 1.5 ലക്ഷം കോടിയുടെ നിക്ഷേപ പ്രഖ്യാപനങ്ങളുമായി ആഗോള നിക്ഷേപക ഉച്ചകോടി. ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് 374 കമ്പനികൾ. 1,52,900 കോടി രൂപ ഉച്ചകോടിയിൽ കേരളത്തിൽ വിവിധ കമ്പനികൾ വാഗ്ദാനം ചെയ്തു. നിക്ഷേപക വാഗ്ദാനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയെന്ന് മന്ത്രി പി രാജീവ് അറിയിച്ചു. 3 വർഷത്തിലൊരിക്കൽ ഉച്ചകോടി സംഘടിപ്പിക്കുമെന്ന് സമാപന വേദിയിൽ മന്ത്രി വ്യക്തമാക്കി. സാലി മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കേരളത്തിൻ്റെ വ്യാവസായിക നിക്ഷേപ ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു വ്യാവസായിക നിക്ഷേപക ഉച്ചകോടിക്കാണ് ഇന്ന് തിരശ്ശീല വീണത് എന്ന് തന്നെ പറയാം. കാരണം പ്രതീക്ഷിച്ചത് പൊതുവിൽ 1 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനങ്ങളായിരുന്നു. പക്ഷേ കരാർ ഒപ്പുവെച്ചപ്പോൾ അത് 1,52,900 കോടിയായി ഉയർന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് നിക്ഷേപത്തിൽ പങ്കെടുത്ത സംഗമത്തിൽ പങ്കെടുത്ത ആയിരക്കണക്കിന് നിക്ഷേപകർ, അത് രാജ്യത്തിന് പുറത്തു നിന്നുള്ളവരുണ്ട്, രാജ്യത്തിനകത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുണ്ട്, കേരളത്തിൽ നിന്നുള്ളവരുണ്ട്. അങ്ങനെ പങ്കെടുത്തവരെല്ലാവരും തന്നെ ഇതിനോട് വളരെ പോസിറ്റീവായി പ്രതികരിച്ചു എന്ന് തന്നെ പറയാം. അതാണ് ഇത്ര വലിയൊരു നിക്ഷേപത്തിലേക്ക് കാര്യങ്ങളെത്തിയത്. ഒപ്പം തന്നെ ഇന്ന് സമാപന സമ്മേളനത്തോടുകൂടി ഇത് പൂർത്തിയായി. അപ്പോൾ സമാപന സമ്മേളനം നമുക്ക് ഉദ്ഘാടന വേദി നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ പ്രൗഢഗംഭീരമായിരുന്നു സമാപന വേദി. മന്ത്രി KN ബാലഗോപാൽ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൻ്റെ ഈ അടിസ്ഥാന സൗകര്യങ്ങളുണ്ടായ വൻ വളർച്ച അത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം, അത് നിക്ഷേപങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന തരത്തിലാണ് എന്ന് ബാലഗോപാൽ പറയുകയും ചെയ്തു. പിന്നീട് അധ്യക്ഷ പ്രസംഗം നടത്തിയ മന്ത്രി പി രാജീവ് എത്ര ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം വന്നു, അതെങ്ങനെ നമ്മൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു വ്യക്തതയോടെ പറയുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത് നമുക്കൊരു മാസ്റ്റർ പ്ലാനുണ്ട്, ആ മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് ഈ വന്ന നിക്ഷേപ വാഗ്ദാനങ്ങളും ഈ ധാരണാപത്രത്തിൻ്റെയും താൽപ്പര്യപത്രവും ഒക്കെ ഒപ്പുവെച്ച ആ ഓരോ കേസുകളും പ്രത്യേകം പരിഗണിച്ച് അത് എത്ര കാലത്തിനുള്ളിൽ നടപ്പാക്കാൻ കഴിയും എന്നതിന് വേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുത്ത് റിവ്യൂ മീറ്റിംഗ് നടക്കും. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഇനി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് അദ്ദേഹം വ്യക്തതയോടെ പറഞ്ഞിട്ടുമുണ്ട്. ഈ സമാപന ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവരും, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി, പ്രമുഖ വ്യവസായി ഭാരത് ബയോടെക്കിൻ്റെ MD കൃഷ്ണ അല്ല തുടങ്ങി എല്ലാവരും സർക്കാരിനെ പ്രകീർത്തിച്ചു, സർക്കാരിന് എല്ലാ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നുണ്ടായ വലിയ നിക്ഷേപങ്ങൾ തന്നെയാണ്. നമുക്കറിയാം, ഉദ്ഘാടന വേദിയിൽ കരൺ അദാനി 30,000 കോടിയുടെ നിക്ഷേപം കേരളത്തിൽ പ്രഖ്യാപിച്ചിരുന്നു. ഇന്ന് സമാപനമാകുമ്പോൾ അതിന് പുറമേ ഒട്ടേറെ കോടികൾ, അത് ഹൈലൈറ്റ്സ് ഗ്രൂപ്പിൻ്റെ 10,000 കോടി, പൂനെയിൽ നിന്നുള്ള മൊണാർക്ക് ഗ്രൂപ്പിൻ്റെ 5,000 കോടി, ടോഫിലിൻ്റെ 5,000 കോടി, ചെറി ഹോൾഡിങ്സിൻ്റെ 4,000 കോടി, മലബാർ ഗ്രൂപ്പിൻ്റെ 3,000 കോടി, ലുലു ഗ്രൂപ്പിൻ്റെ 5,000 കോടി, അങ്ങനെ വലിയ വലിയ വാഗ്ദാനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാം കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് നമ്മൾ നേടിയ ഈ സമീപകാലത്ത് നേടിയ വലിയ നേട്ടങ്ങൾ അടിസ്ഥാനമാക്കി തന്നെ ഇങ്ങനെ ഒരു പ്രചോദനം ഉൾക്കൊള്ളുന്നു എന്ന് തന്നെയാണ് ഇവരെല്ലാവരും മാധ്യമങ്ങളോട് പറഞ്ഞത്. അതിനർത്ഥം സമീപകാലത്ത് എല്ലാ മേഖലയിലും കേരളം കൈവരിച്ച ഒരു കുതിച്ചുചാട്ടമുണ്ട്. അത് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസന രംഗത്ത്, മനുഷ്യ വിഭവശേഷിയുടെ കാര്യത്തിൽ ഒക്കെ നമ്മൾ ഏറെ പുരോഗമിച്ചിരിക്കുന്നു, മുന്നോട്ട് പോയിരിക്കുന്നു. അത് നമ്മൾ രാജ്യത്ത് ഒന്നാമതെത്തിയിരിക്കുന്നു, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലടക്കം. അതെല്ലാം ഈ നിക്ഷേപകരെ സ്വാധീനിച്ചു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ 2 ദിവസത്തെ നിക്ഷേപ സംഗമം പൂർത്തിയാകുമ്പോൾ അഭിമാനിക്കാൻ കഴിയുക വ്യവസായ വകുപ്പിനും സർക്കാരിനാകെയുമാണ്. മുഖ്യമന്ത്രി ഈ 2 ദിവസവും ഈ സംഗമത്തിൽ, ഈ ഉച്ചകോടിയിൽ ഉടനീളം പങ്കെടുത്ത് നിക്ഷേപകരുമായി പല തട്ടിൽ കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒട്ടേറെ നിക്ഷേപകരുമായി 1-to-1 മീറ്റിംഗ് തന്നെ മുഖ്യമന്ത്രി നേരിട്ട് നടത്തുകയും ചെയ്തു. വ്യവസായ മന്ത്രിയാകട്ടെ ഇവരെ എല്ലാവരെയും ഓരോരുത്തരെയും കാണുകയും ഒട്ടേറെ അനുബന്ധ മീറ്റിങ്ങുകൾ വിളിക്കുകയും ഒക്കെ ചെയ്ത് ഈ ഉച്ചകോടിയുടെ മുഴുവൻ നിയന്ത്രണം ഏറ്റെടുക്കുകയും അത് പൂർണ്ണ വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ ആത്മവിശ്വാസവും അഭിമാനവും നൽകുന്ന നിമിഷങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് ഇന്ന് ഉച്ചകോടി സമാപിച്ചിരിക്കുന്നത്. സാലി മുഹമ്മദാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ആ നിലയിൽ വ്യവസായ രംഗത്തെ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തരത്തിലുള്ള നിക്ഷേപ വാഗ്ദാനങ്ങളും ഒപ്പം തന്നെ തീരുമാനങ്ങളും വ്യവസായ ഉച്ചകോടിയുടെ ഭാഗമായി എടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതാണ്ട് 1,52,900 കോടി രൂപയാണ് ഉച്ചകോടിയുടെ ഭാഗമായി കേരളത്തിൽ വിവിധ കമ്പനികൾ വാഗ്ദാനം ചെയ്തത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത കൂടിയാണ്.